എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീമതി ഇന്ദിരാ കൃഷ്ണൻ രചിച്ച അമ്മ എന്ന നോവലിൻ്റെ 5-ാം ഭാഗം, അധ്യായം 10 തുടർന്നാലോ. അമ്മമ്മയ്ക്ക് കുറേശ്ശെ പരാശ്രയം വേണ്ടി വന്നുള്ളൂ. അമ്മ നന്നായി അമ്മമ്മയുടെ കാര്യം ശ്രദ്ധിച്ചിരുന്നു. ചേച്ചി ജോലിക്ക് പോയിരുന്ന കാലത്ത് 3 മക്കളെ നോക്കി വളർത്തിയത് അമ്മ. ചേച്ചിക്ക് ആ നന്ദി ഉണ്ടായിരുന്നില്ല. അമ്മയെ ഒരു വേലക്കാരിയെ പോലെയാണ് കണക്കാക്കിയിരുന്നത്. പാത്രം മോറലും മുറ്റമടിയും അടിച്ചുവാരി തുടയ്ക്കലും അമ്മയുടെ പണി. അടുക്കള ഭരണം ചേച്ചി. അമ്മയ്ക്ക് രാവിലെ വെച്ചു പോയ ചോറെടുത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കഞ്ഞിയാക്കി കൊടുക്കും. വൈകിട്ട് അവർക്ക് രാത്രി പൊറോട്ടയും ചപ്പാത്തിയും ഒക്കെയാണ്. അത് അമ്മയ്ക്ക് കടിക്കാൻ വയ്യ എന്ന് ന്യായം. ചെന്നൈ വന്നപ്പോൾ അമ്മ അസലായി ചപ്പാത്തി തിന്നിരുന്നു. ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചിരുന്നു. അമ്മയ്ക്ക് കൊടുത്താലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമില്ല എന്ന് ന്യായം. അമ്മയോട് കാണിച്ച പോരിന് ഭർത്താവ് പകരം തീർത്തു. 2 കൊല്ലം വാദം വന്ന് തളർന്നു കിടന്നു. അമ്മ കിടന്നാലും അമ്മയെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ വലിയ ബഹളമായിരുന്നു. എന്തുണ്ടാക്കി കൊടുത്താലും കുറ്റം പറയും, മുഖത്തേക്ക് തുപ്പും. പോരാത്തതിന് തളരാത്ത കാല് വെച്ച് അസല് ചവിട്ടും കിട്ടും. അലറി ബഹളം വയ്ക്കും. റോഡിൽ പോകുന്നവരൊക്കെ കേൾക്കാൻ പാകത്തിൽ. ഏട്ടൻ്റെ വീട്ടുകാരെങ്കിലും വന്നാൽ പരാതിപ്പെട്ടി തുറക്കും. ചേച്ചി മക്കളും നോക്കണില്ല, വിഷം തരുമെന്ന് പേടി എന്നൊക്കെ. അച്ഛനും കിടന്നു കുറച്ചു കാലം. എന്നാലും ഏട്ടൻ്റെ അത്ര ബഹളം ഉണ്ടായിരുന്നില്ല. കുറച്ച് കുറ്റബോധം ഉണ്ടായിരുന്നു. അമ്മ സ്നേഹത്തോടെ നോക്കി. അന്ന് കോളേജിൽ പഠിക്കുന്ന കാലമായിരുന്നെങ്കിലും അമ്മയെ നന്നായി സഹായിക്കാൻ പറ്റി. ചേച്ചിയും ഏട്ടനും തിരിഞ്ഞു നോക്കില്ല. കിടക്കട്ടെ അവിടെ മഹാപാപി എന്ന് പറയും. അങ്ങനെ പറയില്ലേ കുട്ടികളെ. ആർക്കൊക്കെയോ എന്തൊക്കെയോ വരാൻ അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് അമ്മയുടെ മനസ്സ്. ചേച്ചിയെ കൊണ്ട് അതിന് മുതലും പലിശയും വാങ്ങിച്ചു ഭർത്താവ്. നല്ല കാലത്ത് ഇത്തിരി സ്വാർത്ഥം ഉണ്ടായിരുന്നു എന്നല്ലാതെ വലിയ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചി വരച്ച വരയിൽ നിന്നിരുന്നു. കിടപ്പായപ്പോൾ ആളാകെ മാറി. മുമ്പ് മനസ്സിലുണ്ടായിരുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആവും ഏട്ടനെ ഇത്ര ദേഷ്യക്കാരനാക്കിയത്. അമ്മ ഇവിടെ വന്ന കാലത്ത് എന്തൊരു സന്തോഷമായിരുന്നു. അമ്മയ്ക്ക് രാത്രി ഓരോ ദിവസവും ഓരോ തരം പലഹാരം ഉണ്ടാക്കി കൊടുക്കും. ചോക്ലേറ്റും ഐസ്ക്രീമും ഒക്കെ ഇഷ്ടമായിരുന്നു. മോൻ ഹോളിഡേയ്സ് വരുമ്പോൾ അമ്മയുടെ അടുത്ത് കിടന്ന് തറവാട്ടിലെ കഥകൾ കേൾക്കാം. അമ്മമ്മ സ്റ്റൈൽസ് എന്നാ പറയുക. ഞാനൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവനറിയാം. തട്ടുംപുറത്ത് ഒരു ട്രങ്ക് പെട്ടിയിൽ അമ്മമ്മയുടെ അമ്മാവൻ്റെ ജ്യോതിഷത്തിൻ്റെ താളിയോലുണ്ടത്രേ. അത് വാങ്ങി ജ്യോതിഷം പഠിക്കണമെന്ന് അവന് ആശയുണ്ടത്രേ. IITയിൽ എൻജിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് ജോസിനായി പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ കളിയാക്കും. അവന് ഫിസിക്സ് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. IITയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് പോയതാണ്. IITയിൽ നിന്ന് പാസ്സായപ്പോഴും US ഉപരിപഠനത്തിനും ശരിയായി. ലോൺ കിട്ടാനും ബുദ്ധിമുട്ടുണ്ടായില്ല. അവൻ +2 പഠിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം അഗസ്ത്യനാടി ജ്യോതിഷം നോക്കിക്കാൻ പോയിട്ടുണ്ടത്രേ. അപ്പോഴാണ് ജ്യോതിഷി താളിയോല എടുത്ത് വായിച്ച് ആദ്യം പറഞ്ഞത് ഒരു ജ്യോത്സ്യന്മാരുടെ കുടുംബത്തിലെ അംഗമാണെന്നാണ്. പിന്നെ എഞ്ചിനീയറാവും, കടൽ കടന്നുപോയി പഠിക്കും എന്നൊക്കെ പറഞ്ഞു അത്രേ. അവനത് തമാശയായി എടുത്തുള്ളൂ. അമ്മ വന്ന് ചോദിച്ചപ്പോഴാണ് അമ്മമ്മയുടെ അമ്മാവൻ ജ്യോത്സ്യനാണെന്ന് അറിഞ്ഞത്. അതിൻ്റെ മുമ്പുള്ള തലമുറയിലും ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു അത്രേ. ജ്യോത്സ്യൻ പറഞ്ഞ പോലെ എൻജിനീയറായി. കടൽ കടന്നപ്പോൾ അവന് വലിയ വിശ്വാസമായി. നാട്ടിൽ വരുമ്പോൾ തറവാട്ടിലെ ഗ്രന്ഥങ്ങൾ തപ്പിയെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മകനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. മയക്കുമരുന്നും മദ്യവുമായി യുവതലമുറ അഴിഞ്ഞാടുമ്പോൾ അവൻ വ്യത്യസ്തനായിരുന്നു. നല്ല ധർമ്മബോധം. അവൻ്റെ അധ്യാപകർക്കൊക്കെ അവനെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. നല്ല അച്ചടക്കം. ഫ്ലാറ്റിലും എല്ലാവർക്കും അവനെ ഇഷ്ടം. അവൻ്റെ IIT പഠിത്തവും അമ്മയുടെ വരവും കൂടി സാമ്പത്തിക സ്ഥിതി മോശമാക്കിയിരുന്നു. അപ്പോഴാണ് കേറ്ററിംഗ് തുടങ്ങിയത്. അതിനും നല്ല സഹകരണമായിരുന്നു അവൻ. പലചരക്കൊക്കെ ഹോൾസെയിലിൽ പോയി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കും. പാക്ക് ചെയ്യാനും സഹായിക്കും. അമ്മയും പച്ചക്കറിയൊക്കെ അരിഞ്ഞു തരും. പാചകത്തിൽ അമ്മയെ സഹകരിപ്പിച്ചിരുന്നത് കൊണ്ട് സന്തോഷമായിരുന്നു അമ്മയ്ക്ക്. പരത്തിയിട്ട ചപ്പാത്തി ചുട്ടെടുത്ത് തരും. വെള്ളയപ്പം ഉണ്ടാക്കാനും സഹായിക്കും. അപ്പത്തിൻ്റെ മാവിൻ്റെ കൈക്കണക്കൊക്കെ അമ്മയുടെ. വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ പരിപ്പുവടയും അപ്പവും ആവും അധികം. അമ്മ തന്നെ കൂട്ടി ശരിയാക്കുക. അമ്മ വന്ന ശേഷമാണ് മലയാളികൾ ഒക്കെയായി അടുപ്പമാവുന്നത്. അമ്മയ്ക്ക് അമ്പലത്തിൽ പോവാൻ അവരായിരുന്നു കൂട്ട്. മീനാമാമിക്കൊക്കെ അമ്മയെ വലിയ സ്നേഹമായിരുന്നു. 3 കൊല്ലം അമ്മ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ഇഷ്ടമുള്ള വസ്ത്രം, ഭക്ഷണം ഒക്കെയായി. ഫ്ലാറ്റിലെ സ്ത്രീകളുടെ കൂടെ അമ്പലങ്ങളിൽ പോകും. രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കും. കാറ് വാടകയ്ക്കെടുത്ത് കാഞ്ചീപുരം ഉലകളന്തനാഥൻ
ഏകാംബരേശ്വരൻ, തഞ്ചാവൂര്, കുംഭകോണം ഒക്കെ കൊണ്ടുപോയി. ജീവിതത്തിൽ ആദ്യമായാണ് അമ്മ വീടിന് പുറത്തെ ലോകം കാണുന്നത്. മകൻ നിർബന്ധിച്ച് സിനിമയ്ക്ക് കൊണ്ടുപോകും. നല്ല കാലത്ത് പ്രാരാബ്ധം കൊണ്ട് ഒന്നും നടന്നില്ല. വയസ്സായി, കാശും സമയവുമായപ്പോൾ ആരും കൊണ്ടുപോയതുമില്ല. പിന്നെയാണ് സ്ട്രോക്ക് വന്നത്. ആദ്യമായി അമ്മ ആശുപത്രി കയറുന്നത് അന്നാണ്. പ്രസവത്തിന് പോലും മിഡ്വൈഫിൻ്റെ സഹായമില്ലാതെ ആശുപത്രിയിൽ പോയിട്ടില്ല. ഒരു ഭാഗം തളർന്നു. ഓർമ്മയ്ക്കും ബുദ്ധിക്കും ഒരു തകരാറും ഉണ്ടായില്ല. അമ്മയ്ക്ക് വിഷമമായിരുന്നു എനിക്ക് ബുദ്ധിമുട്ടായോ എന്ന്. അമ്മയുടെ അവസ്ഥയിലുള്ള സങ്കടമല്ലാതെ ഒരിക്കലും വിഷമം തോന്നിയിട്ടില്ല. കാറ്ററിംഗ് നിർത്തി. പകലൊരാളെ ജോലിക്ക് നിർത്തി. ട്യൂഷൻ എടുക്കുന്ന നേരത്ത് അമ്മ ഒറ്റയ്ക്കായാൽ വിഷമമാവില്ലേ? അമ്മയെ നോക്കേണ്ട കാരണം വീട്ടുജോലിക്കും ഒരു സഹായി ആവശ്യം. അമ്മയെ കുറേ നേരം മേല് ചാരി ഇരുത്തും. പുറം ചൂട് പിടിച്ചാൽ പൊട്ടും. ബെഡ്സോറ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്കെതിരെ ഇരുന്ന് നെഞ്ചിൽ ചേർത്ത് വെക്കും. ഞാനിപ്പോൾ നിൻ്റെ കുട്ടിയായില്ലോ മോളെ. അതെ, അങ്ങനെ ആവണമല്ലോ. അമ്മ അധികം തടിയും പൊക്കമില്ലാത്ത ആളായ കാരണം ഒരു കുട്ടിയെ പോലെയായി കിടന്നപ്പോൾ. എല്ലാം കഴിച്ചു കൂട്ടിപ്പോയി. ഒരു നിലയ്ക്ക് ആലോചിച്ചാൽ ഭാഗ്യമായി. അമ്മ നാട്ടിലായിരുന്നെങ്കിൽ ഒന്ന് സഹായിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ട്യൂഷൻ നിർത്തിയാൽ ജീവിതം വഴിമുട്ടും. മകൻ്റെ പഠിപ്പും. ഇവിടെ ഇരുന്ന് സങ്കടപ്പെടേണ്ടി വന്നേനെ. അമ്മയ്ക്ക് പോവാതെ പറ്റില്ലല്ലോ. അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു. മകളുടെ ആഗ്രഹങ്ങളും. ഗുരുവായൂരപ്പൻ്റെ കൃപ. അധ്യായം 11 കടക്കുന്നു. ടി വിയുടെ മുന്നിലിരുന്ന് എന്തൊക്കെയോ കണ്ടു. ഒന്നും ശ്രദ്ധയിൽ വന്നില്ല. മനസ്സ് എവിടെയൊക്കെയോ അലഞ്ഞു. പാവം ചെറിയേച്ചി. സഹായിക്കാൻ ഒരു ആൺകുട്ടി പോലുമില്ല. ഏട്ടനും സാധുവാണ്. ദുസ്വഭാവങ്ങളൊന്നുമില്ല. സൊസൈറ്റി ബാങ്കിലെ ജോലിയല്ലേ, അത്ര അധികം ശമ്പളമൊന്നും കാണില്ല. ഏട്ടൻ്റെ നാട്ടിലായതുകൊണ്ട് ദൂരം കുറേ പോകണം. ചെറിയേച്ചിക്ക് കിട്ടിയ ജോലി കളയണ്ട എന്ന് വെച്ചാണ് ഏട്ടൻ ഇത്ര ദൂരം പോയി ജോലി ചെയ്തു വന്നത്. ചേട്ടൻ്റെ വീട്ടിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് സ്ഥലമേ ഉള്ളൂ. പങ്കുവച്ച ഓഹരി കിട്ടാനൊന്നുമില്ല. അതുകൊണ്ടാണ് ചെറിയേച്ചിയുടെ സ്ഥലത്ത് വീട് വെച്ചത്. വളരെ ചെറിയ വീടാണ്. 2 ബെഡ്റൂമും കിച്ചനും ഒരു ചെറിയ ഹാളും. ഒറ്റ ബാത്റൂം മാത്രം. കടം വാങ്ങി പത്രാസ് കാണിക്കേണ്ട ഏട്ടന് നിർബന്ധം. ചേച്ചിയും മക്കളും അതിനൊതുങ്ങി ജീവിക്കും. മൂത്ത മകൾ MA BEd കഴിഞ്ഞു. സെറ്റും നെറ്റും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. നാട്ടിൽ ട്യൂഷൻ എടുത്താൽ വലിയ ഫീസൊന്നും കിട്ടില്ല. പോരാത്തതിന് ഒക്കെ സ്വന്തക്കാരും ബന്ധുക്കാരുമാവും. കാശ് വാങ്ങാൻ പറ്റില്ല. അവൾ ഇംഗ്ലീഷ് MA ആണ്. ഇവിടെ വന്ന് ട്യൂഷൻ എടുത്താൽ നല്ല പൈസ കിട്ടും. ഏട്ടൻ്റെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ പോന്നോട്ടെ. കൊച്ചുമകൾ +2 പഠിക്കുന്നു. നന്നായി പഠിക്കും. അവളെ മെഡിസിന് വിടണം എന്നാണ് അവരുടെ ആഗ്രഹം. ജനറൽ സീറ്റിൽ കിട്ടാൻ എളുപ്പമല്ല. എല്ലാ സംവരണവും കഴിഞ്ഞ് ബാക്കി വേണ്ടേ? പാസ്സായാലും എങ്ങനെ പഠിപ്പിക്കാനാണ് ആ ചേച്ചിയുടെ ചോദ്യം. അവർക്ക് 2 പേർക്കും അത്ര വരുമാനമൊന്നുമില്ലല്ലോ. സമ്പാദ്യം അവൾക്ക് ചിലവാക്കിയാൽ മൂത്തവൾക്ക് കല്യാണപ്രായമായി. അവൾ എന്തെങ്കിലും സ്ഥിര വരുമാനമുള്ള ജോലി കിട്ടാതെ കല്യാണം കഴിക്കില്ല എന്ന് ഉറപ്പ് പറയുന്നു. അത് നല്ലതായി തോന്നി. ഓരോ ദിവസവും പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ പെൺകുട്ടികളുടെ കൊലപാതകങ്ങളാണ്. ശരിയല്ലാത്ത ബന്ധങ്ങളിൽ ചെന്നുപെട്ട് ജന്മം കളയുന്നതിലും ഭേദം കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പെൺകുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കല്യാണമാണെങ്കിൽ ഭയങ്കര ആർഭാടവും. ഏടത്തിയമ്മയുടെ അനിയത്തിയുടെ മകളുടെ കല്യാണത്തിന് 4 ദിവസം ആഘോഷമായിരുന്നു അത്രേ. ഏടത്തിയമ്മയുടെ അനിയത്തി അവരുടെ അടുത്ത് തന്നെ വീട് പണിതിരിക്കുന്നത്. അമ്മാവൻ്റെ മകളാണല്ലോ ഏടത്തിയമ്മ. 2 വീടും മുഴുവൻ ലൈറ്റിട്ട് അലങ്കരിച്ച് റെഡ് കാർപ്പറ്റ് വിരിച്ച് മുഴുവൻ ഇവൻറ്റ് മാനേജ്മെൻറ്റുകാരുടെ ഇടപാട്. ഡാൻസും പാട്ട് കച്ചേരിയും ഒക്കെയായി. സ്വർണത്തിൽ മുങ്ങിയാണ് പെൺകുട്ടി. ചെറിയേച്ചിയുടെ മോള് പറഞ്ഞത്രേ, നമ്മുടെ വീടും പറമ്പും അച്ഛൻ്റെ എല്ലാ സമ്പാദ്യവും കൂടിയാൽ ഇങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എനിക്കുള്ള പയ്യനെ നിങ്ങൾ കണ്ടെത്തിയാലും ഞാൻ കണ്ടെത്തിയാലും സിമ്പിളായൊരു കല്യാണം, രജിസ്റ്റേർഡ് മതിയെന്ന് പറഞ്ഞാൽ അത്ര സന്തോഷം. അങ്ങനെ ഒരാൾ സ്വപ്നത്തിൽ വരും എന്ന് ചേച്ചി കളിയാക്കി. വയറു വിശന്നപ്പോൾ എഴുന്നേറ്റ് 2 പഴമെടുത്ത് പുഴുങ്ങി. നല്ലൊരു കാപ്പിയും. ചിലർ പറയും കാപ്പി കുടിച്ചാൽ ഉറക്കം വരില്ലെന്ന്. പഠിക്കുന്ന കാലത്ത് ഉറങ്ങാതിരിക്കാൻ വേണ്ടി കട്ടൻ ചായ കുടിക്കാറുണ്ട്. അത്താഴം കഴിഞ്ഞ് അടുക്കളയിൽ ഒതുക്കി വന്നു കിടന്നപ്പോഴാണ് ഫോൺ കയ്യിലെടുത്തത്. 1,00,000 രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നു എന്ന് മെസ്സേജ്. അതിനടിയിൽ മോൻ്റെ വോയിസ് മെസ്സേജ്. അമ്മയുടെ അക്കൗണ്ടിലൊരു 1,00,000 രൂപ അയച്ചിട്ടുണ്ട്. അത് ലോണിലേക്ക് അടയ്ക്കല്ലേ. അമ്മമ്മയുടെ പിണ്ടത്തിന് അനാഥാലയത്തിൽ അന്നദാനം നടത്തി ബാക്കിയുള്ളത് SBയിൽ കിടക്കട്ടെ. അമ്മയുടെ കോഷൻ ഡെപ്പോസിറ്റ് വീട്ടുകാർ കൊണ്ടുപോയില്ലേ. ഇത് കോഷൻ ഡെപ്പോസിറ്റായിരിക്കട്ടെ. എനിക്ക് ബോണസ് കിട്ടി. ഇത്രയും അമ്മയ്ക്കിരിക്കട്ടെ. ബാക്കി ലോണിൽ അടച്ചു. ലോൺ തീർന്നിട്ട് വേണം പറക്കാൻ.
ഏത് കാലത്തും കുറച്ച് പൈസ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. അത്യാവശ്യങ്ങൾക്ക് പോലും തൊടാറില്ല. അമ്മ വന്ന ശേഷം അമ്മയുടെ പെൻഷൻ ബാഗുള്ള കാരണം ആ ശീലം കളഞ്ഞു. അവൻ്റെ പഠിപ്പിനും ചിലവ് കൂടിയല്ലോ. അമ്മയുടെ ബാഗിന് കോഷൻ ഡിപ്പോസിറ്റ് എന്നാണ് ഞങ്ങൾ പറയാറ്. മെസ്സേജ് കേട്ടപ്പോൾ സന്തോഷം തോന്നി. കടലിനപ്പുറത്തിരിക്കുമ്പോഴും ഈ കുട്ടി എന്നെക്കുറിച്ചാണല്ലോ ഓർക്കുന്നത്. നേരത്തെ കിടക്കാം, ഉറക്കം വന്നാൽ ഉറങ്ങാം. പ്രിയമുള്ളവരെ, അടുത്ത അധ്യായം ഉടനെ ഉണ്ടാവും.